വി.ഡി. സതീശൻ കെ.എസ്.യു പോരിനെ ചൊല്ലി കോൺഗ്രസിലും ഭിന്നത രൂക്ഷമാകുന്നു. പ്ലീഡർ നിയമനത്തിലടക്കം ഉത്തരവാദിത്തം പാലിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചു. പാർട്ടിയിലെ തിരുത്തൽ ശക്തിയായാണ് കെ.എസ്.യു പ്രവർത്തിക്കുന്നതെന്ന് ദീപ്തി മേരി വർഗീസും പറഞ്ഞു. എന്നാൽ വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന നിലപാടാണ് വിവിധ മന്ത്രിമാർ സ്വീകരിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമന പട്ടികയിൽ മുൻകാല ABVP പ്രവർത്തകനും SFI പ്രവർത്തകയും ഇടം പിടിച്ചെന്നായിരുന്നു കെ.എസ്.യുവിന്റെ ആരോപണം. എന്നാൽ ആരോപണം മുഖ്യമന്ത്രി ഒറ്റയടിക്ക് തള്ളി. പ്ലീഡറെ നിയമിക്കുന്നതിൽ കെ.എസ്.യുവിന് എന്ത് കാര്യമെന്നും ചോദ്യം. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് പ്ലീഡറെ തീരുമാനിക്കുന്നത്? നോ. ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവർക്കൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടും തീർന്നില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് സമയം ചോദിച്ചെങ്കിലും അനുവദിച്ചില്ല. ഒടുവിലാകട്ടെ തേവര കോളേജിൽ നേർക്കുനേരെ കണ്ടിട്ടും അവഗണന. മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ഇന്നലെ ജിൻഡോ ജോണും VR അനൂപുമാണ്. പിന്നാലെയാണ് മുതിർന്ന നേതാക്കളും വിമർശനം ഏറ്റുപിടിച്ചത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് കെ.എസ്.യു തിരുത്തൽ ശക്തിയെന്ന് ദീപ്തി മേരി വർഗീസ്. ഞങ്ങളൊക്കെ തിരുത്തൽ ശക്തികളായി കെ.എസ്.യു കാലഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. അത് പാർട്ടിയിലെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ വിവാദത്തിൽ മന്ത്രിമാരുടെ പിന്തുണ മുഖ്യമന്ത്രിക്കാണ്. വിമർശനം പരിധി വിടരുതെന്ന് AP അനിൽകുമാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വരുമ്പോൾ ആ DYFI പോലെ SFI പോലെ ഒരു ഭരണവിലാസം സംഘടനകളാക്കി ഞങ്ങളുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഞങ്ങൾ ഒരിക്കലും കാണാറില്ല. അപ്പൊ അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പ്ലീഡർമാരുടെ പൂർവാശ്രമം ചികയേണ്ടെന്ന് K. മുരളീധരൻ. ആർക്കും അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ പോയി കാണാം. വൈകുന്നേരം 4 മണി തൊട്ട് അദ്ദേഹം എല്ലാ സന്ദർശകരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെന്താ, അദ്ദേഹത്തിനെ കാണാൻ ഒരു തടസ്സവുമില്ല. വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഏറ്റുപിടിച്ചാൽ അത് പാർട്ടിക്കും സർക്കാരിനും തലവേദനയാകും. മീഡിയ 1 തിരുവനന്തപുരം.